സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണ രംഗത്ത് വൻ അഴിച്ചുപണികൾക്കാണ് UDF സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. അനർഹരെ ഒഴിവാക്കി അർഹരായ പാവപ്പെട്ടവരിലേക്ക് മാത്രം ക്ഷേമ പെൻഷൻ കൃത്യമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു. പെൻഷൻ വിതരണ ചുമതലയിൽ നിന്ന് സഹകരണ ബാങ്കുകളെയും സൊസൈറ്റികളെയും ഒഴിവാക്കി തുക പൂർണ്ണമായും നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന രീതിയാണ് അവസാനിക്കുന്നത്. ഒപ്പം സർക്കാർ വാദം ശരിയാണെങ്കിൽ വ്യാജ ഗുണഭോക്താക്കൾക്ക് വലിയൊരു തിരിച്ചടിയുമാകും ഇത്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ നൽകുന്നതിന് സർക്കാർ ഉത്തരവായി. എന്നാൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഒന്നാകെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വിതരണം ചെയ്യാത്ത തുക തിരിച്ചടയ്ക്കുന്നതിലുണ്ടാകുന്ന കാലതാമസവും അർഹതയില്ലാത്തവർ ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ എന്നിവരെ ഒഴിവാക്കാനുമാണ് നടപടിയുമെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. കേന്ദ്ര സഹായം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനാണ് ബാങ്ക് വഴി വിതരണമെന്നും വിശദീകരണത്തിൽ ഉൾപ്പെടുന്നു. പൂർണ്ണമായും കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾക്കൊഴികെ മറ്റെല്ലാ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ഇനി അക്കൗണ്ടുകൾ വഴിയായിരിക്കും ലഭിക്കുക. നിലവിൽ സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ DBD നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തത് മൂലം കേന്ദ്ര ധനസഹായമടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നു. സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഭരണകക്ഷി നേതാക്കളും പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ അവകാശം നേരിട്ട് അവരിലേക്ക് എത്തട്ടെ. അതിനിടയിൽ ചിലർ നിൽക്കുന്നു. അവരെന്തോ ഒരു ഔദാര്യം നൽകും പോലെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഇനി അത്തരം ഏർപ്പാടൊന്നുമില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് BRM ഷഫീർ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മുൻ സർക്കാരിന്റെ കാലത്ത് നടന്ന വൻ പെൻഷൻ ക്രമക്കേടുകളും തട്ടിപ്പുകളും ഇതിലൂടെ അവസാനിക്കുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഗുണഭോക്താക്കൾക്കുള്ള തിരിച്ചടവ് വിവരങ്ങളും വിതരണ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന ഗുരുതരമായ പോരായ്മ പുതിയ സർക്കാർ നിരീക്ഷിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ മാനദണ്ഡങ്ങളും ഇതിൽ പ്രധാന ഘടകമായി മാറി. ഇതോടെ ഇനി മുതൽ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കും പെൻഷൻ എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തി. കിടപ്പ് രോഗികൾക്കും നേരിട്ട് പോയി തുക വാങ്ങാൻ കഴിയാത്ത ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രമേ വീടുകളിൽ നേരിട്ട് തുക എത്തിക്കുകയുള്ളൂ. സഹകരണ സംഘങ്ങൾക്ക് നൽകിയിരുന്ന വൻ തുകയുടെ ഇൻസെന്റീവ് ലാഭിക്കാനും ഈ നീക്കത്തിലൂടെ സാധിക്കും. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കത്ത് പരിശോധിച്ച ശേഷമാണ് ധനവകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് സഹകരണ സ്ഥാപനങ്ങളിലെ കളക്ഷൻ ഏജന്റുമാർ വഴി വീടുകളിൽ നേരിട്ട് പെൻഷൻ വിതരണം ചെയ്തിരുന്ന രീതിയോടെയാണ് ഇതോടെ വിരാമമാകുന്നത്. ഈ രീതിയുടെ മറവിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടും നടന്നതായി വ്യക്തമായിരുന്നു. സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് സർക്കാർ സർവീസിലുള്ള ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം 1458 സർക്കാർ ജീവനക്കാരാണ് അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയിരുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിൽ പ്രാഥമിക നടപടിയെന്നോണം മണ്ണ് സംരക്ഷണ വകുപ്പിലെ പാർട്ട് ടൈം സ്ലീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ള 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടി മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായി തട്ടിയ തുക 18% പലിശ സഹിതം ഇവരിൽ നിന്ന് തിരിച്ചുപിടിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം നടപ്പിലായോ എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. അന്ന് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ സോഫ്റ്റ്വെയർ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവന്നത്. കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ എന്നിവരടക്കം ഉയർന്ന ശമ്പളം വാങ്ങുന്നവർ വരെ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നു. തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലെ സർക്കാർ കോളേജുകളിൽ ജോലി ചെയ്യുന്ന 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും പെൻഷൻ വാങ്ങിയവരിൽ ഉൾപ്പെടുന്നു. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാർ അനർഹമായി പെൻഷൻ തട്ടിയത്, 373 പേർ. തൊട്ടുപിന്നിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേർ പെൻഷൻ കൈപ്പറ്റി. മെഡിക്കൽ എഡ്യൂക്കേഷൻ 124, ആയുർവേദ വകുപ്പ് 114, മൃഗസംരക്ഷണം 74, പൊതുമരാമത്ത് 47, സാങ്കേതിക വിദ്യാഭ്യാസം 46, ഹോമിയോപ്പതി 41, കൃഷി, റവന്യൂ 35 വീതം, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് 34, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് 31, കോളേജ് എഡ്യൂക്കേഷൻ 27 എന്നിങ്ങനെ നീളുന്നു പെൻഷൻ തട്ടിയ ജീവനക്കാരുടെ എണ്ണം. എണ്ണത്തിൽ കുറവാണെങ്കിലും മറ്റ് വകുപ്പുകളിലും തട്ടിപ്പുകാരുണ്ട്.
കൂടാതെ സോഷ്യൽ വെൽഫെയർ, രജിസ്ട്രേഷൻ, മ്യൂസിയം, പ്രിന്റിംഗ്, ഫുഡ് സേഫ്റ്റി, എക്സൈസ്, ആർക്കിയോളജി, ലേബർ, ലീഗൽ മെട്രോളജി, കെമിക്കൽ എക്സാമിനേഷൻ ലാബ്, ലോ കോളേജുകൾ, NCC, ലോട്ടറി, ജയിൽ, ലേബർ കോർട്ട്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഡ്രഗ്സ് കൺട്രോൾ, കയർ ഡെവലപ്മെന്റ് തുടങ്ങി സമസ്ത മേഖലകളിൽ നിന്നുള്ള ജീവനക്കാരും അനർഹമായി പണം തട്ടി. അനർഹമായി വാങ്ങിയ മുഴുവൻ തുകയും പലിശ സഹിതം തിരിച്ചടപ്പിക്കുമെന്ന് അന്നത്തെ സർക്കാർ പറഞ്ഞെങ്കിലും പൂർണ്ണമായില്ല. പൊതുജനങ്ങളുടെ നികുതി പണം അർഹതയില്ലാത്തവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് പുതിയ നീക്കത്തിലൂടെ തടയാനാകുമെങ്കിൽ അത് നല്ലതാണ്. ഇതോടെ സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആകെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ 62.22 ലക്ഷം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടുന്നു. UDF സർക്കാർ പ്രതിമാസ പെൻഷൻ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിലവിലെ ഭീമമായ ഗുണഭോക്താ പട്ടിക വെച്ച് തുക നൽകിയാൽ സർക്കാരിന് മാസം തോറും 1986 കോടി രൂപ വേണ്ടിവരും. നിലവിൽ നൽകുന്ന 2000 രൂപ വെച്ച് തന്നെ ഖജനാവിന് വലിയ ബാധ്യതയാണ്. അതിനാൽ മസ്റ്ററിംഗും തുടർ പരിശോധനകളും കർശനമാക്കി അനർഹരെ പൂർണ്ണമായി വെട്ടിനിരത്തുന്നതോടെ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ഗണ്യമായി കുറയ്ക്കുക എന്നൊരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 CCക്ക് മുകളിൽ എഞ്ചിൻ ശേഷിയുള്ള കാറുകളുള്ളവർ, മറ്റ് പെൻഷനുകൾ വാങ്ങുന്നവർ എന്നിവർക്കൊന്നും നിലവിൽ ക്ഷേമ പെൻഷന് അർഹതയില്ല. എന്നാൽ വ്യാജ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയും ഗൾഫിലുള്ള മക്കളുടെ വരുമാനം മറച്ചുവെച്ചുമാണ് ഇത്തരക്കാരുടെ തട്ടിപ്പ്. വരും ദിവസങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതോടെ മരണപ്പെട്ടവരുടെ പേരിലുള്ള പെൻഷനുകൾ തനിയെ ഒഴിവാകും. എന്നാൽ പ്രതിപക്ഷം ഈ നീക്കത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന, അവശത അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസ പെൻഷൻ മുടക്കുന്നതിലൂടെ വലിയ ജനദ്രോഹമാണ് UDF സർക്കാർ ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിക്കുന്നു. പെൻഷൻ മാത്രം ആശ്രയിക്കുന്ന കിടപ്പ് രോഗികളല്ലാത്ത പ്രായമായവരാകും ഏറ്റവും ബുദ്ധിമുട്ടുക. ഗ്രാമീണ മലയോര മേഖലകളിൽ ബാങ്കിംഗ് സൗകര്യം അകലെയായതിനാൽ ഇവിടങ്ങളിലുള്ള വയോജനങ്ങൾ അധിക പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നതും ഒരു വസ്തുത തന്നെയാണ്. ഇടത് സ്വാധീനം ഏറെയുള്ള സഹകരണ ബാങ്കുകളെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നും ആരോപണങ്ങളുണ്ട്.